രേണു അനീഷും തമ്മിൽ നടന്ന ഫൈറ്റിന്റെ ഇടയിൽ അനീഷ് രേണുവിനെ നീ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിനോട് രേണു പറയുന്നുണ്ട് എന്നെ നീ എന്ന് വിളിക്കരുത്. അപ്പോൾ വീണ്ടും അനീഷ് നീ 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 സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച അടിച്ചനെ എന്ന്. രേണു കൈയൊക്കെ പൊക്കുന്നുണ്ട് കേട്ടോ അടിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയൊക്കെയോ കൈയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് രേണു പോയിട്ട് ഇരിക്കുന്നുണ്ട്. ഇരുന്നിട്ട് രേണു പറയുന്നുണ്ട് എൻ്റെ പേര് രേണു സുധി എന്നാണ്, അല്ലെങ്കിൽ നീ എന്നെ രേണു എന്ന് വിളിച്ചാൽ മതി, എൻ്റെ മൈക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ പേര്, മൈക്കിന്റെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ അനീഷ് ചോദിക്കുന്നുണ്ട് രേണു സുധിയോ? അതിന് സുധി ആരാണ്? ആരാണ് സുധി? എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നീ മരിച്ചുപോയവരെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോടോ എന്നും പറഞ്ഞ് ചാടി ഒരു എണീക്കലായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് എല്ലാവരും വിചാരിച്ച് മിക്കവാറും രേണു പോയി ഒന്നുമില്ലെങ്കിൽ ഒരു ഇടിയെങ്കിലും കൊടുത്തിട്ട് വരും. അമ്മാതിരി പോക്കാണ് പോയത്. പക്ഷേ നടന്നില്ല. പക്ഷെ സുധിയുടെ പേര് വലിച്ചിട്ടപ്പോൾ എല്ലാവരും കയറി ഇടപെട്ടിട്ട് പറഞ്ഞു അനീഷിന്റെ അടുത്ത് ആവശ്യമില്ലാതെ പറയരുത്. അപ്പോൾ ഉടനെ അനീഷ് എനിക്കറിയില്ല, എനിക്കിവരെ അറിയില്ല, ഇവരാരാണ്, അവരുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പേരിന്റെ കൂടെയുള്ള പേരാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അനീഷ് ഫുള്ള് എന്ന് വെച്ചാൽ ഫുൾ പ്രിപ്പയർ ആണ്. പല തവണയാണ് രേണു അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയത് അനീഷിനെ. മിക്കവാറും എനിക്ക് തോന്നുന്നു രേണു അനീഷിനെ അടിച്ചിട്ട് ഇറങ്ങി പോകുന്നതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അനീഷിന്റെ ചൊറിച്ചിൽ അമ്മാതിരിയാണ്. രേണു പെട്ടെന്ന് വയലന്റ് ആവുന്നുണ്ട്. അത് വെറും ഡ്രാമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സീരിയസ് ആയിട്ട് തന്നെ രേണുവിന്റെ കൺട്രോൾ പോകുന്നുണ്ട്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.